പിന്നെ പൂക്കോട്ടുംപാടം അടുത്ത് ചെട്ടിയിലുള്ള ഒരു മദ്രസന്റെ വിവരം ഇവിടെ പറയട്ടെ. അതെനിക്കറിയുന്ന മദ്രസയാണ്. അവിടെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാക്ക നിങ്ങൾ അത് അറിയില്ലെങ്കിൽ കേട്ടോളി. ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ഇയാൾ ഈ വടായി വിളമ്പുമ്പോ ഇതൊക്കെ എന്നല്ലെങ്കിൽ നാളെ ഇതറിയുന്ന ആരെങ്കിലും കേൾക്കുമ്പോ അവർക്ക് ഇത് മനസ്സിലാവുന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ്. ചെട്ടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മദ്രസ 2 സിലബസും പഠിപ്പിച്ചിരുന്ന മദ്രസയാണ്. അങ്ങനെ നമ്മളെ മുഫത്തിഷ് വന്നിട്ട് അത് പറ്റൂല, ഞങ്ങളെ തന്നെ മുഴുവൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ കേസും പ്രശ്നങ്ങളൊക്കെ ആയി. ഇപ്പൊ അത് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടി എന്നാണ് ഇയാൾ അവിടെ അവതരിപ്പിച്ചത്. ഇയാൾ ആ പറഞ്ഞത് ശുദ്ധ കളവാണ്. അയാൾ താഴണ്ടല്ലോ, അയാൾക്ക് ചെട്ടിയില മദ്രസന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിലേക്ക് വരാം. ആണാണെങ്കിൽ പിന്നെ ഹിജടകളാണെങ്കിൽ തന്നെ നമുക്ക് നിർവാഹമില്ല. ഇപ്പൊ പേര് മാറ്റി കളിച്ചടക്കല്ലേ. സാധാരണ മനുഷ്യന്മാർ ID മാറ്റുന്നുണ്ട്. ഇപ്പൊ റൂമിന്റെ പേരെന്നെ മാറ്റിയിട്ടുള്ള കളിയാ. ഞാനത് SGVയിലിട്ട ക്ലിപ്പ് എന്നാണ്. അള്ളാന്റെ ദുനിയാവിൽ ഞാൻ SGV തെരഞ്ഞിട്ട് SGV കാണണ്ടേ? കേപ്പിന്റെ മുടിപ്പുള്ളി തെരഞ്ഞ മാതിരിയാണ്. ദുനിയാവിലത് കാണുന്നില്ല. അപ്പൊ ആരോ പറയുന്നിട്ട് അതിപ്പോ മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ചതുപോലെ SGV ഗ്രൂപ്പ് എന്താ ഇസ്ലാമിക് മീഡിയ മിഷനോ അല്ലേ? അവിടെ എവിടെ പോയി ലയിച്ചിട്ടുണ്ട് എന്നാ കേട്ടെ. ഇത് ലയിച്ചതല്ലാതെ ഉരുകാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് അത് ലയിക്കുകയാണ്, ഉരുകാൻ തുടങ്ങുകയാണ്. അത് ഇങ്ങനെ ഉരുകി ഇല്ലാതെയാവുള്ളൂ. കാരണം ആചാര്യ നുണയല്ലേ പറയണത്. ചെട്ടിയുടെ മദ്രസ ഞാന് ഇവരെ ഈ ഇവര് ഈ നുണ പറയുമ്പോൾ നമ്മളതൊന്നും അതിന്റെ ഒരു സത്യാവസ്ഥ പറയണല്ലോ. ആ മദ്രസയുടെ വാക്കിഫ് അയാൾ താഴണ്ടല്ലോ, പുരാൻ കേട്ടോളി. ആ മദ്രസയുടെ വാക്കിഫ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ചെട്ടിയിലെ പഴയകാല ജന്മിയായിരുന്ന രായിൻകുട്ടി ഹാജി എന്ന് പറഞ്ഞൊരാളാണ് ആ സ്ഥലം കൊടുത്തത്. അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായ തണ്ടുപാറയ്ക്കൽ കുട്ടിപ്പ എന്ന് പറയുന്ന വ്യക്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇയാൾ പറഞ്ഞല്ലോ ആ മദ്രസ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയെന്ന്. ഞാൻ അയാളെ വെല്ലുവിളിക്കുകയാണ്. ചെട്ടിയിലെ മദ്രസയുടെ കേസ് കോടതിയിൽ നടക്കുകയാണ്. ആണത്തമുണ്ടെങ്കിൽ ഉമ്മാക്ക് പറഞ്ഞതാണെങ്കിൽ ഇവിടെ മൈക്കിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ചെട്ടിയിലെ മദ്രസങ്ങൾക്ക് പൂർണ്ണമായി കിട്ടി എന്നാണ് ആ കോടതി വിധി പുറത്തു വന്നത് എന്ന് കാരന്തൂരികൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മൈക്കിൽ വന്ന് പറയണം. ഇന്നും ആ മദ്രസ കേസിലാണ്. ആരാ പറഞ്ഞു നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടിയെന്ന്? ആ മദ്രസ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. കാരണം വഖഫ് ട്രിബ്യൂണലിന്റെ അടുക്കൽ വാക്കിഫ് അല്ലെങ്കിൽ വാക്കിഫിന്റെ അനന്തരാവകാശി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കേസിന്റെ ഗതിയാണ് മാറും. തണ്ടുപാറയ്ക്കൽ കുട്ടിപ്പ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് സമസ്തക്കാരനാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ്. ആ ഒരു വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ മദ്രസയിൽ നിങ്ങൾക്ക് പിടുത്തം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നത്. ചെട്ടിയിലുള്ള പ്രശ്നം ഞാൻ അവതരിപ്പിക്കാം. ഇവരുടെ ഒരു പെട്ടിക്കട തുറന്നിട്ട് ഇങ്ങനെ നുണ പറഞ്ഞിട്ട് കൗമനെ വഞ്ചിക്കുകയാണ്. അവിടെ മുൻപ് കാലം മുതലേ 2 സിലബസും പഠിപ്പിച്ചു വന്നിരുന്നൊരു മദ്രസയാണ് എന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചത്. സത്യം അതല്ല. ചെട്ടിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇന്ന് അവിടുത്തെ ഗതി മാറി, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കുറച്ച് അധികമുള്ള സ്ഥലമാണ് ഈ ചെട്ടിയിൽ എന്ന് പറഞ്ഞ സ്ഥലം. എന്റെ വീടിന്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയാൽ ഈ സ്ഥലത്ത് എന്റെ ഉമ്മാന്റെ വീട് നിൽക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ മദ്രസയുടെ
ആ നാട്ടിൽ പൊതുവെ സഖാക്കൾ കുറച്ച് അധികമുള്ള നാടാണ്. കാരണം മുസ്ലിങ്ങൾ മാത്രമല്ല, കുറെ ചർമ്മക്കളോടുണ്ട്. പൊതുവായിട്ട് പാർട്ടിക്കാർക്ക് കുറച്ച് കരുത്തുള്ള സ്ഥലമാണ് ഈ ചെട്ടിയിൽ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ മദ്രസയുടെ ഭാരവാഹിത്വവും അതിന്റെ കമ്മിറ്റിയിലൊക്കെ അവരാണ് കൂടുതലുണ്ടായിരുന്നത്. സെക്രട്ടറിയും പ്രസിഡന്റും AP വിഭാഗത്തിന്റെ ആളുകളുണ്ടായിരുന്നത്. തൊണ്ടിയൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ മദ്രസയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് തൊണ്ടിയൻ അബൂബക്കറിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ പറയുന്ന കിളവന് വാങ്ങിയെന്ന് പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും. മദ്രസയുടെ പണം അനാവശ്യമായി തിരിമറി നടത്തിയതിന്റെ പേരിൽ അവരുടെ ആളുകളുടെ ഇടയിൽ തന്നെ അയാൾ എന്നൊരു നോട്ടപ്പുള്ളിയാണ്. അങ്ങനത്തെ അയാളായിരുന്നു ആ മദ്രസയുടെ സെക്രട്ടറി. ആ കാലത്ത് ഇവര് മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാര്, നമുക്കറിയാലോ, പല മദ്രസകളിലും ഇവർ തുച്ഛമായ ശമ്പളത്തിന് ജോലിക്ക് കയറും. മദ്രസ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം 10 രൂപ കുറഞ്ഞു കിട്ടുന്ന മൂല്യര് ഇനി ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് കോലത്തിലുള്ളാണെങ്കിലും അവനെ പിടിച്ച് നിർത്തുന്ന ഒരു സംവിധാനം ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നു, അൽഹംദുലില്ലാ. കുറച്ചു മുമ്പ് അങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നു. അവിടെ AP വിഭാഗത്തിന്റെ സഫാഫിമാരും സഹദിമാരും അച്ഛനിമാരൊക്കെയാണ് മദ്രസയിൽ ജോലിക്ക് ഉണ്ടാവാറുള്ളത് അധികം. പക്ഷെ ആ മദ്രസ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ച് വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയാണ്, വർഷങ്ങളായിട്ട്. അങ്ങനെ ഈ മദ്രസയുടെ 5ാം ക്ലാസ് മുതൽക്കുള്ള സിലബസ് പുസ്തകങ്ങൾ ഇവർ മാറ്റി. സിലബസ് ഒന്നും മാറ്റിയിട്ടില്ല, രജിസ്ട്രേഷൻ പിൻവലിച്ചിട്ടില്ല, ഒന്നും ചെയ്തിരുന്നില്ല. ഇവർ പുസ്തകങ്ങൾ മാറ്റി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ തഫ്തീഷിന് വരുന്ന സമയത്ത് മദ്രസയിലുള്ള മമ്മീനെ ഞാൻ അവരെ കുറിച്ച് പറയുള്ളൂ, കാരണം മുഫ്തിനീങ്ങളായിരുന്നു അവര്. ഈ മദ്രസയിലുള്ള ഈ മമ്മികൾ അവരാണ് ആ ഫിത്നന്റെ ഒക്കെ മുഴുവൻ തുടക്കക്കാരും. അവരെന്ത് ചെയ്യും? കുട്ടികളോട് പറയും, നാളെ നിങ്ങൾ പുസ്തകങ്ങളൊന്നും കൊണ്ടുവരരുത് എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം കുട്ടികൾ വെറും ഖുർആൻ മാത്രമായിട്ട് വരും. മുഫത്തിഷ് വന്നിട്ട് ഓരോ ക്ലാസ്സിൽ, നമുക്കറിയാലോ, ക്ലാസ്സിൽ വരും, തഫ്തീഷ് നടത്തും. അപ്പോ പുസ്തകങ്ങൾ ഏതാണ് പാഠവിടത്തി എന്നൊക്കെ ചോദിക്കും. അപ്പൊ കുട്ടികളൊക്കെ ഏകസ്വരത്തിൽ പറയാം, ഞങ്ങൾ ഖുർആനെ പഠിക്കലുള്ളൂ. മുഫത്തിഷിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രവണത. ഉസ്താദുമാരൊക്കെ നിസ്സഹകരണമായിട്ട് ഒരു സഹകരണം എല്ലാവരും മാറി നിൽക്കുക. ഇതായപ്പോ മുഫത്തിഷ് വിദ്യാഭ്യാസ ബോർഡിൽ കംപ്ലൈന്റ് ചെയ്തു. കംപ്ലൈന്റ് ചെയ്തപ്പോ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് ഔദ്യോഗികമായ ലെറ്റർ വന്നു, നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് വന്നു. ഈ മുഫത്തിഷിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഈ സ്വാലിഹ് സിനാൻ എന്ന് പറയുന്ന ആള്, ഞാൻ അയാളെ പേര് പറഞ്ഞ് വലുതാക്കുന്നില്ല, അയാൾക്കിതൊന്നും അറിയില്ലേക്കാറ്, അയാള് ഏത് കോടനാട്ടിലുള്ളതാണെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ ഈ രേഖകളൊക്കെ ഉണ്ട്. സമസ്തയിൽ നിന്ന് ആദ്യം വന്ന എഴുത്തുകൊണ്ട് രണ്ടാമത് വന്ന എഴുത്ത് എല്ലാം ഉണ്ടായിരുന്നു. എഴുത്ത് വന്നു, മുഫത്തിഷിന്റെ ഭാഗത്തു നിന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ആവശ്യപ്പെടുന്നു എന്ന് പറയും. ഇവര് ഈ എഴുത്ത് മുക്കി. സെക്രട്ടറി ഞാൻ പറഞ്ഞില്ലേ, തൊണ്ടിയൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു റൗഡിയാണ്. ആ എഴുത്ത് മനഃപൂർവ്വം മുക്കി സമസ്തയിലേക്ക് ഒരു ലെറ്ററും തിരിച്ചയച്ചില്ല. സമസ്തയിൽ നിന്ന് വീണ്ടും ലെറ്റർ വന്നു, നിങ്ങൾക്കൊരു നോട്ടീസ് അയച്ചിരുന്നു, ഒരു മറുപടിയും കണ്ടില്ല, ഇത്രയും ദിവസത്തിന്റെ ഉള്ളിൽ മറുപടി ഇല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പിൻവലിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീത് കൊടുത്തിട്ടൊരു നോട്ടീസ് രണ്ടാമത് വന്നു. അതും ഇവര് മുക്കി. സ്വാഭാവികമായും സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭരണ സംവിധാനമുള്ള ഒരു വിദ്യാഭ്യാസ ഒരു മേഖലയാണല്ലോ. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ പിൻവലിക്കുന്ന ഇതായിട്ടുള്ള ഒരു എഴുത്ത് മൂന്നാമത് വന്നു. രജിസ്ട്രേഷൻ പിൻവലിച്ച എഴുത്ത് വന്നപ്പോ ഇവർ ആ എഴുത്ത് പൊക്കിപ്പിടിച്ചു. പെട്ടെന്ന് ജനറൽ ബോർഡ് വിളിച്ച് ആളുകളൊക്കെ, സമസ്തയിൽ നിന്ന് നമ്മുടെ രജിസ്ട്രേഷൻ പിൻവലിച്ച നോട്ടീസ് വന്നിട്ടുണ്ട്, നമ്മുടെ രജിസ്ട്രേഷൻ പിൻവലിച്ചത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ്. നമുക്ക് ഇനി എന്താ ചെയ്യാ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ നമ്മള് കുട്ടികളെ സിപ്പോവാൻ പാടില്ലല്ലോ എന്ന രൂപത്തിൽ കൗമിനെ വഞ്ചിച്ചു. പൊതുജനങ്ങൾ ഇതിൽ ആകെ അങ്കലാപ്പിലായി. പൊതുജനങ്ങൾക്ക് പിന്നെ കൂടുതൽ വിഷയത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ട് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് തീരും. ഈ സമയത്താണ് നമ്മുടെ ആളുകൾ
ഏകദേശം ഒരു 40-60% 40% നമ്മളും 60% AP വിഭാഗത്തിന്റെ ആളുകളും തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഗതി മാറി. ഇന്ന് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നേരെ ഉൾട്ടാണ്. ഞാൻ പറയാം. എന്നിട്ട് നമ്മുടെ ആളുകൾ ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത സമയത്ത് ആണ് ഈ ശക്തിയിലെ മദ്രസയുടെ പ്രശ്നത്തിന്റെ തുടക്കം. എങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് മാറ്റല്, ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ രജിസ്ട്രേഷൻ എങ്ങനെ പിൻവലിക്കുക, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോഴാണ് അവിടെ പ്രശ്നത്തിന്റെ തുടക്കം. അങ്ങനെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ സ്വാലിഹിനാൻ അറിയായിരിക്കും, 6-7 വർഷം മുമ്പ് ഈ സിലബസ് മാറ്റിയതിന് പള്ള നിറച്ച് അവിടുത്തെ അഡ്രസ്സൊക്കെ ചുരുക്കിയിട്ടുണ്ട്. അതായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷ വരുന്നത്. പൊതുപരീക്ഷ വരുന്ന സമയത്ത് പരീക്ഷാ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് ഉമർ താരിമി നീലാഞ്ചേരിക്കാരനാണ്. അദ്ദേഹത്തെയും കൊണ്ട് ഞാനാണ് അങ്ങോട്ട് പോണത്. കാരണം ആ നാട്ടിൽ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഞാനാണ് അവിടെ പരീക്ഷ നടക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ വിദ്യാഭ്യാസ ബോർഡിന്റെ രജിസ്ട്രേഷൻ പിൻവലിക്കുന്ന താക്കീതിന് നോട്ടീസൊക്കെ വന്നെങ്കിലും ഈ സമയത്ത് പൊതുപരീക്ഷയും കൂടി വരില്ലേ, ഇവർ ആ സമയം കണ്ട് കളിച്ചതാണ്. ഇതൊക്കെ കൂടെ ആയപ്പോ നമ്മളെ പരീക്ഷാ ബോർഡ് ചെയർമാനെ, റേഞ്ചിന്റെ ചെയർമാനെ അവർ തടഞ്ഞു എന്ന് മാത്രമല്ല നമ്മുടെ ചില പ്രവർത്തകർ അവർ കയ്യേറ്റം ചെയ്തു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്നിട്ട് കിട്ടിയ പലിശ സഹിതം അന്ന് മഗ്‌രിബിന്റെ ശേഷം ആ നാട്ടിൽ പോയിട്ട് നമ്മൾ ആൺകുട്ടികളാണ് കൈകാര്യം ചെയ്യുക, ഇറച്ചൽ മണ്ണാക്കി. ഇന്ന് 7 കൊല്ലം കഴിഞ്ഞു. ചെട്ടി നിവാസികൾക്ക് SKSSFന്റെ പ്രവർത്തകരെ നേരെ വിരൽ ചൂണ്ടാൻ പോരുന്ന ധൈര്യമല്ല. ഇല്ലെങ്കിൽ സ്വാലിഹിനാൻ നിങ്ങൾ ചെട്ടിക്കാരെങ്കിലും നമ്പറും എന്തെങ്കിലും വിളിച്ചു നോക്കി. ആ രീതിയിൽ നിങ്ങൾക്ക് പള്ളറിഞ്ഞിട്ടുണ്ട്, അത് വേറെ വിഷയം. ഏതായാലും ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ കേസ് സ്റ്റേ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള അവസ്ഥ തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ ഇപ്പൊ കമ്മിറ്റി ഭാരവാഹികളും മറ്റൊക്കെ അവര് തന്നെ ആയതുകൊണ്ട് അവരതിലൊരുപാട് കൃത്രിമ കളികളൊക്കെ നടത്തി അങ്ങനെ പോവാണ്. അങ്ങനെ ഇരിക്കെ കേസ് സിവിൽ കേസല്ലേ, അതങ്ങനെ നീണ്ടുപോകും. ആ സമയത്ത് നമ്മുടെ കുട്ടികളാണെങ്കിൽ ഈ കേസ് തീരുമാനമാകുന്നത് വരെയും അവരുടെ മദ്രസയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ലേ. അപ്പൊ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ 3-4 റൂമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ റൂം എടുത്ത് അവിടെ താൽക്കാലിക മദ്രസ സംവിധാനത്തോടുകൂടെ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ആളുകൾ ആവശ്യപ്പെട്ടു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ മദ്രസന്റെ കേസ് നടക്കട്ടെ. നമ്മൾ ഈ വാടക ബിൽഡിങ്ങിൽ മദ്രസ നടത്തേണ്ട കാര്യമില്ല, മദ്രസ നമുക്ക് ഉണ്ടാക്കാം. നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ ബിൽഡിങ്ങിന്റെ ആവശ്യം അത് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ആ കേസ് വിധിയാകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് പറയുകയും ആ നാട്ടുകാരായ ആളുകൾ മുൻകൈയെടുത്ത് ഒരു ജുമുഅ മസ്ജിദും മദ്രസയും അവിടെ നിർമ്മിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടെ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, AP വിഭാഗത്തിൽ നിന്ന് നിരവധി യുവാക്കൾ ഇന്ന് SKSSFന്റെ സജീവ പ്രവർത്തകരായി മാറി എന്നതാണ് ഇന്നത്തെ ചെത്തിയിലെ സാഹചര്യം. സാലിഹിനാനിപ്പോ അറിയില്ലേ കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു പരിചയം ഉണ്ടാവും, നമ്മൾ ഓഫ്ലൈനിലും കളിച്ചു നോക്കിയ ആൾക്കാർ തന്നെയാണ്. ഒന്ന് അന്വേഷിച്ച് ചോദിക്കാറുണ്ട്. AP വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകരായ പലരും ഇന്ന് SKSSFന്റെ പ്രവർത്തകരായി മാറി. മാത്രമല്ല നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളരെ പ്രൗഢിയോടുകൂടെ അത് നിലനിൽക്കുന്നു. ജുമുഅക്ക് നമ്മുടെ പള്ളിയിൽ ആള് കൊള്ളാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇപ്പോ ഒരു 1.5 മാസം മുമ്പ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ ആ പള്ളിയിൽ ജുമുഅക്ക് പോയിരുന്നു. അന്ന് വരെയുള്ള അവസ്ഥ അതാണ് അൽഹംദുലില്ലാ. പിന്നെ ഇയാൾ രണ്ടാമതൊരു വിഷയം പറയണ്ടായി. നമ്മുടെ മദ്രസ പുസ്തകങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളിൽ ഉള്ളാൾ തങ്ങളെ കുറ്റാണ് പഠിപ്പിക്കുന്നത് എന്ന് ഇയാൾ ഒരു വാക്ക് പറയണ്ടായി. വെല്ലുവിളിക്കുകയാണ്. ചങ്ങായിമാരെ, ഉള്ളാൾ തങ്ങളെ പേരെഴുതാൻ ചെലവാക്കുന്ന സ്ഥലത്ത്
എന്തെങ്കിലും ഒരു പുതിയ ദീനിന്റെ കാര്യം കൂടി എഴുതി ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഒരു ഗുണമില്ലാത്ത ആൾക്കാരെ പേര് എഴുതിയാണ് സ്ഥലം കളയോ. നിങ്ങൾ എന്താ ഇസ്ലാമത വിദ്യാഭ്യാസം കൊണ്ട് പുസ്തകത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളിൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലും പുസ്തകങ്ങളിൽ ഏതെങ്കിലും വരിയിൽ നിങ്ങളുടെ വ്യാജ പ്രസിഡന്റിന്റെ പേരോ അല്ലെങ്കിൽ അയാളുടെ ഇരട്ട പേരോ പരാമർശിക്കപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ ആണത്തമുള്ളവർ ബാക്കി ആ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുക. ഒന്ന്. രണ്ടാമത്, അവിടെ ഇപ്പോ കാളമ്പാടി ഉസ്താദ് പ്രസിഡന്റിനും ചെറുശ്ശേരി ഉസ്താദ് സെക്രട്ടറിയാണെന്നോ പഠിപ്പിക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദിനെ പഠിപ്പിച്ചിരുന്നോ? വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നോ? പാങ്ങിൽ അമ്മക്കുട്ടി മുസ്ലിയെ കുറിച്ച് പഠിപ്പിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ച് വലിയ ബടായി വീഴുന്നുണ്ട്. ഈ സാധു 1ാം ക്ലാസ്സിലെ പുസ്തകം കണ്ടിട്ടില്ല, 12ാം ക്ലാസ്സിലെ പുസ്തകം കണ്ടിട്ടില്ല, അതിന്റെ അടിയിലുള്ള രീതി കണ്ടിട്ടില്ല. അതിന് ചെറുപ്പം മുതലേ ബിസിനുണ്ടാക്കിയ മൂപ്പരനെ പറയുന്നത് നിന്റെ കാര്യമായ ഇപ്പോഴത്തെ പണി നാട്ടുകാരെ മുഴുവൻ നമ്മളെ മദ്രസ കൊണ്ട് ഓല് തടിച്ചു വയ്ക്കുകയാണെന്നുള്ളത് ബോധ്യപ്പെട്ട് നടക്കുന്ന പണിയാണ് എനിക്ക് ഇയാളെന്നെ പറയുന്നത്. അല്ലെ അമീർ സാഹിബേ, ഇത് നമ്മളുണ്ടാക്കിയ മദ്രസയാണ്, നമ്മളുണ്ടാക്കിയ മദ്രസ നമുക്ക് ഓലുണ്ട് ആൾക്കാരെ പഠിപ്പിക്കുന്ന പണിയാണ് അത്ര ഇയാൾക്ക്. അപ്പൊ ഫിത്തനന്റെ ആസാമിയാണ് നടത്തം. ഇയാൾ പിന്നെ ഇവിടുന്ന് മദ്രസ പഠിക്കണ കാലത്തെ ഇയാളെ പണി തിരിപ്പാണ്. തിരിക്കാൻ നടന്നാൽ പഠിക്കൽ നടക്കുമോ? ഏതെങ്കിലും ഒന്നല്ലേ നടക്കുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, മദ്രസ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠപുസ്തകങ്ങൾ എടുത്ത് നോക്കുക. ആ പാഠപുസ്തകങ്ങളിൽ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എടുത്തു നോക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബാനി അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് വരക്കൽ ബാലവി തങ്ങളാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, അതേപോലെ തന്നെ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ സമസ്തയുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ മുഴുവൻ ഈ പ്രധാനികളായ നേതാക്കന്മാരെ കുറിച്ച് മുഴുവനും ഈ പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്, ലിസാനുൽ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ എല്ലാരും കൂടി പേരേതാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ക്ലാസ് തന്നെ ഇപ്പൊ മാറ്റി വെക്കേണ്ടി വരും. ഒരു വിഷയം മാത്രം മതിയാവില്ല. 8ാം ക്ലാസ് അങ്ങനെ 8ാം ക്ലാസ്സിന് 4 വിഷയം അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അതിന് മാത്രം നേതാക്കന്മാരില്ലേ. അപ്പൊ പ്രധാനികളായ 5ഓ 6ഓ 7ഓ ആളുകൾ പരാമർശിക്കും. ബാക്കി ഉസ്താദുമാരുടെ കഴിവിനനുസരിച്ച് പരിചയപ്പെടുത്തും ഉസ്താദുമാർ. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഏതുപോലെ ഇപ്പൊ നമ്മൾ മഹാന്മാരായ സഹാബികളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, 1,24,000 സഹാബികൾ ഉണ്ടല്ലോ. നമ്മൾ ഈ സഹാബികളെ മുഴുവനും പഠിക്കാറുണ്ടോ? ഇല്ല. പ്രധാനികളായ സഹാബികളെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ ഉസ്താദുമാരുടെ കഴിവിനനുസരിച്ച് പരിചയമുള്ള അറിവുള്ള സഹാബികളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സമസ്തയുടെ മുൻഗാമികളായ എല്ലാ നേതാക്കന്മാരെ കുറിച്ചും 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എടുത്തു നോക്കിയാൽ ഏത് കണ്ണുപൊട്ടനും കാണാം. ആ രീതിയിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ ഫുലാൻ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത്? അപ്പൊ ഇയാളുടെ നാവ് സത്യം പറയാൻ വിധിക്കപ്പെടാത്തൊരു നാവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് പിന്നെ ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ സമൂഹത്തിൽ ചരിത്രത്തെ പച്ചയായി വ്യഭിചരിക്കുന്ന ആധുനിക വഹാബിസത്തിന്റെ പുതിയ മുഖംമൂടി അണിഞ്ഞു വരുന്ന കാരന്തൂരികളെ പോലുള്ള ആളുകൾ ചരിത്രത്തെ വ്യഭിചരിക്കില്ലേ? പുതിയ തലമുറയിൽപ്പെട്ട കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ഈ അടുത്ത് പ്രസംഗിക്കുന്നത് നമ്മളത് കേട്ടു. ബഹുമാന്യനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ വഫാത്തായപ്പോ പിന്നെ ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റായി. മൂപ്പര് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മൂപ്പര് മരിച്ചപ്പോ മൂപ്പര് പ്രസിഡന്റായി. നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രസംഗം? ആ രീതിയിൽ ഏകദേശം 25 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പച്ച നുണ പറയാ വലിയ തലയികെട്ടും കെട്ടിയെന്നിട്ട് വലിയ തലയികെട്ടും വലിയ കുപ്പായോട്ടിട്ട് വലിയ നുണ പറയാം. ഈ ആദ്യ ആൾക്കാര് ഹയാത്തിലുള്ള കാലാണ്. അപ്പൊ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ
ഈ ആളുകൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് പരിചയപ്പെടുത്തൽ ആവശ്യമാണ്. ചരിത്രം വലിയൊരു വിജ്ഞാന ശാഖയാണ്. നേരത്തെ ആർട്ടിക്ക് പറഞ്ഞിട്ടു ഇയാൾ ചരിത്ര ഗവേഷകനോ ചരിത്ര പണ്ഡിതനോ? ഈ കോലത്തിൽ ചരിത്ര പണ്ഡിതന്മാരുണ്ടായാല് ഭൂമി ആകാശം ഭൂമിയാണെന്ന് ഇവർ ആണെങ്കിൽ നാളെ ഇരിക്കും. കാരണം ആ കോലത്തിലല്ലേ അവതരണം. ഈ ആദ്യ ചരിത്ര പണ്ഡിതന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ തലമുറക്ക് സമസ്തയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്, സമസ്തയുടെ ആലിമ്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടി വരുന്നത്. പിന്നെ ഇയാൾ മറ്റു വലിയ കാര്യം പറയുന്നത് കോയക്കുട്ടി ഉസ്താദാണ് ഇപ്പൊ പ്രസിഡന്റ്. ഇപ്പോഴും പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദാണ് പഠിപ്പിക്കണം. സാധുവോ? കാളമ്പാടി ഉസ്താദ് ഹയാത്തിലുള്ള കാലത്ത് അടിച്ച പുസ്തകമാണത്. ഇനി അധ്യയന വർഷത്തിൽ പുസ്തകം മാറും. അന്ന് കോയക്കുട്ടി ഉസ്താദ് നിനക്ക് കാണാം. ഒരന്തമല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ. ഒരു തലയും ലെവലും ഇല്ലാത്ത ആൾക്കാർ മൈക്കിലൊന്ന് സംസാരിക്കുമ്പോൾ ഡോട്ടിടാനെങ്കിലും നിങ്ങളെ റൂമിൽ 2 ആൾ വെക്കണ്ടേ നിങ്ങള്? ഇയാൾ വലിയ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു വിഷയം, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ നിന്ന് 12 പൈസന്റെ ഈ ചോദ്യ പേപ്പറിന് 12 ഉറുപ്യ വാങ്ങിയിട്ട് ഇവര് കുറെ ആളുകൾ അത് എന്ത് ചെയ്യാണ്, ആ പൈസ മുഴുവൻ ഇവര് കറക്ക് കമ്പനി ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. വണ്ടി മാറ്റാനും വണ്ടി വാങ്ങാനൊക്കെ കൊണ്ടിറക്കുകയാണ്. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസുകളിൽ മാത്രം ഇതൊക്കെ ഒന്ന് അറിയാൻ, അതൊക്കെ ഒന്ന് അന്വേഷിച്ച് പഠിക്കണേ. 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ ആളുകൾക്ക് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. ഇത് ഒരു മുടി മുഖ്യ വെള്ളം കൊടുത്ത് പിന്നെ വിതരണം ചെയ്ത് കൊടുക്കുന്ന ശമ്പളമല്ല. വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ പരീക്ഷകളും അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളും പുസ്തകങ്ങളും അതിന്റെ മറ്റു ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ അങ്ങനെയാണല്ലോ. അതിന്റെ ക്രയവിക്രയങ്ങൾക്കൊക്കെ വേണ്ടി വലിയ ഒരു എമൗണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ചെലവഴിക്കുന്നുണ്ട്. ഈ അടുത്ത് ഫേസ്ബുക്കുകളിലൊക്കെ പ്രചരിച്ചൊരു കണക്കുണ്ട്. അതെല്ലാവരും അറിയുന്നത് നല്ലത് തന്നെയാണ്. ഇന്ന് മനസ്സിലാക്കി വെക്കണം, നല്ലതാ. കുട്ടികളേക്ക് 10 ഉറുപ്യ വാങ്ങണേ, 100 ഉറുപ്യ വാങ്ങണേ, ഇവിടെ നമ്മളാകെ നമ്മളാ വീട് മുഴുവൻ സമസ്തക്കാർ കൊണ്ടുപോകും, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് കൊണ്ടുപോകും, ഈ പൈസ കൊണ്ടൊക്കെ ഓരൊക്കെ കൂടെ മുതലാളിമാരാകും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് തെറ്റി. ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ മഹാനവറുകൾ വലിയ സമ്പന്നനായിരുന്നു. മഹാനവറുകൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന ഗോധയിൽ ഇറങ്ങിയ ശേഷം കാന്തപുരം ഔക്കറുളിയര് കാന്തപുരത്ത് ഒരു അഹമ്മദിന്റെ മകനായി സാധാരണക്കാരനായി ജനിച്ച് ഇന്ന് കോടീശ്വരനായതുപോലെ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയെ കൊണ്ട് മുതലാളിയാകല്ല ചെയ്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ച്, തന്റെ സമ്പത്ത് ചെലവഴിച്ച് ഫഖീറായിട്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയണത്. അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനത്ത് നയിച്ചത്. ഇതിന്റെ നയാ പൈസ ഒരാളും ഹക്ക് കൂടാതെ ഒരാളും ഹക്കില്ലാത്ത പൈസ ഉപയോഗിക്കൂല. അത്രയും സൂക്ഷ്മാലുക്കളാണ് സമസ്ത നായകന്മാര്, നേതാക്കള്. ഇന്ന് ഞങ്ങളുടെ പ്രസിഡന്റ്, നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ പ്രസിഡന്റ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് നിങ്ങളുടെ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, എ.പി. ഉസ്താദിന് വണ്ടി പോകാത്ത വീട്ടിലാണ് മുമ്പുണ്ടായിരുന്നത് ആദ്യം. പിന്നെ സൗകര്യത്തിന് വണ്ടി പോണ വീട്ടിൽ ഇങ്ങോട്ട് വന്നു. അതന്നെ ഞങ്ങളെ ആലിമീങ്ങൾ. ഈ കാലഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ വാഹനം പോലും പോകാൻ കഴിയാത്ത വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഈ വിദ്യാഭ്യാസ ബോർഡ് കൊണ്ട് എന്തുണ്ടാക്കിയെന്നാണ് നിങ്ങളീ പറയണത്? എന്തുണ്ടാക്കിയെന്നാ പറഞ്ഞത്? ചങ്കൂറ്റമുണ്ടോ? ഞങ്ങളുടെ ആലിമീങ്ങളുടെയും നേതാക്കളുടെയും നിങ്ങളുടെ നേതാക്കളുടെയും സാമ്പത്തിക ഒരു കണക്കെടുപ്പ് നടത്തി നോക്കാം. നമുക്ക് ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വകാര്യമായി ഒരു സാമ്പത്തികമായ അച്ചടക്കത്തിന്റെ വിഷയത്തെക്കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തിക്കോളൂ. എ.പി. വിഭാഗത്തിന്റെ നേതാക്കളെയും സമസ്തയുടെ നേതാക്കളെയും. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാവും. പിന്നെ ഇതിന്റെ കരണ്ട്,
അതേപോലെ ഈ ബിൽഡിങ്ങിന്റെ മറ്റു കാര്യങ്ങൾ, ഇതിനൊക്കെ അവിടെ നൂറുകണക്കിന് ശമ്പളക്കാർ, ജോലിക്കാർ, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് തന്നെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 410 റേഞ്ചാണുള്ളത്. 410 റേഞ്ച്. ഈ 410 റേഞ്ചുകൾക്കും ഒരു 1200 രൂപ വെച്ച് ഓരോ റേഞ്ചിനും വർഷാവർഷം 1200 രൂപ ഗ്രാന്റ് നൽകാറുണ്ട് വിദ്യാഭ്യാസ ബോർഡ്. എഴുതി വെച്ചോളി. SSF ആരെങ്കിലും ഉണ്ടെങ്കിൽ കാർഡ് തുറന്ന് കേട്ടോളി. APOക്കൂറുകാർക്ക് പൈസക്ക് പൂതിയാകുമ്പോ കന്നച്ചോടം ചെയ്യുന്ന പരിപാടി അല്ലത്. ഇത് 10 റുപ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 100 റുപ്യന്റെ ചെലവ് ഇവിടെ നടത്തുന്നുണ്ട്. അതാണ് വിദ്യാഭ്യാസ ബോർഡ്, ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ. APOക്കൂറുകൾക്ക് കുറച്ച് കടം കുടുങ്ങിയ മൂപ്പർക്ക് ഒരു കന്നച്ചോടം, കൈതക്കച്ചവടം, കുതിര കച്ചവടം, ഇതൊക്കെ മൂപ്പര പരിപാടി. എന്നിട്ടോ ഞങ്ങള് ആണത്വത്തോടുകൂടെ ആർജവത്തോടെ വെല്ലുവിളിക്കുകയാണ്. APOക്കൂറിലെ കുറെ പിരിവടത്തിയാലോ, മൂപ്പര് പിരിവ് നടത്തിയ ആ വിഷയങ്ങളും ഞങ്ങൾ സമുദായത്തിന്റെ കയ്യിൽ നിന്ന് 10 റുപ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും, ഇവിടെ ഒരു വിഷയത്തിൽ പണം വാങ്ങിയിട്ട് ആ കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റിയത് ആരാണ് എന്ന് നിങ്ങളുടെ അന്വേഷണം നടത്തിക്കോളൂ. വെല്ലുവിളിക്കാണ്. കാന്തപുരം അബൂബക്കർ മൗലവി ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമുദായത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആ കാര്യം നടത്തിയ ഒന്ന് തെളിയിക്കാൻ, അര ഉണ്ടെങ്കിൽ അതെങ്കിലും തെളിയിക്കാൻ SSFക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെയും കീഴിൽ 1 റുപ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷയം ഏതൊരു കാര്യത്തിന് വാങ്ങിയാലും അത് സമൂഹം അനുഭവിച്ചിട്ടുണ്ട്. ഈ 410 റേഞ്ചുകൾക്ക് 1200 രൂപ വർഷത്തിൽ ഗ്രാന്റ് നൽകണമെങ്കിൽ 1200 ഇൻറ്റു 410 അടിച്ചു നോക്ക്. 4,92,000 രൂപ ഓരോ വർഷവും ഈ വിഷയത്തിൽ ചെലവാണ്. ഇനി റേഞ്ച് പ്രസിഡന്റുമാരും റേഞ്ച് സെക്രട്ടറിമാരും ഉണ്ടാവും. ഒരു റേഞ്ച് പ്രസിഡന്റിന് 600 രൂപയും റേഞ്ച് സെക്രട്ടറിക്ക് 1800 രൂപയും റേഞ്ചിന്റെ ചെയർമാന് 600 രൂപയും പ്രവർത്തക അലവൻസ് ആയിട്ട് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് നൽകാറുണ്ട്. 3000 രൂപ മൊത്തം വരും. അറിയോ? ഒരു വർഷത്തില്. ഇതിന് വാർഷികമായി ഇതിനെ കണക്കുകൂട്ടിയാൽ 12,30,000 രൂപയാണ് വരിക. 12,30,000 ഉറുപ്യ. ഇത് AP-ന്റെ പശു കച്ചവടം കൃഷിയല്ല, ഈ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡാ. മനസ്സിലായോ? അതേപോലെ 10ാം ക്ലാസ് വരെ ക്ലാസ്സുള്ള മദ്രസകൾക്ക് 1000 രൂപ ഗ്രാന്റ് നൽകാറുണ്ട്. അതേപോലെ തന്നെ +2 വരെയുള്ള മദ്രസകൾക്ക് വിദ്യാഭ്യാസ ബോർഡ് 1500 രൂപ ഗ്രാന്റ് നൽകാറുണ്ട്. 1500 രൂപ. അറിയോ? നിങ്ങൾ നോക്ക്, ഈ വകയിൽ 77 ലക്ഷം രൂപ പ്രതി വർഷം ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് ചെലവാ. ലക്ഷങ്ങൾ എത്രയെന്നറിയോ? കൂട്ടിക്കൂടിയുണ്ട്. എല്ലാ റേഞ്ചുകളിലും മദ്രസകളിലും ഇത് കിട്ടുന്നുണ്ട്. ഇനി സുഹൃത്തുക്കളെ കേട്ടോളൂ, ഒരു റേഞ്ചില് മോഡൽ ക്ലാസുകൾ, റേഞ്ച് യോഗങ്ങളിൽ മോഡൽ ക്ലാസുകൾ നടക്കാറുണ്ട്. ഈ മോഡൽ ക്ലാസുകൾ നടത്താൻ വേണ്ടി RP അലവൻസും പഠനോപകരണ പ്രദർശനത്തിനുള്ള 100ഉം അങ്ങനെ 550 രൂപ. ഇത് എത്ര റേഞ്ചുകൾക്ക് കൊടുക്കണം അറിയോ? 410 റേഞ്ചുകൾ കൊടുക്കണം. ഒരു വർഷത്തിൽ 6 റേഞ്ച് യോഗം ഉണ്ടാകുക. ഒരു റേഞ്ച് യോഗത്തിന് 550 രൂപ ചെലവാണ്. 410 മദ്രസകളിൽ ഓരോ വർഷവും 6 വീതം റേഞ്ച് യോഗങ്ങൾ നടക്കുകയാണ്. ഈ ഇനത്തിൽ 13,53,000 രൂപയാണ് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ചെലവഴിക്കുന്നത്. ഞാൻ ആർക്കെതിരെ കണക്കറിയേണ്ടേ? ആലുവ യൂസുഫുക്കയും ഈ അടുത്ത് വലിയ മാരിഫത്തിന്റെ ഇൽമായിട്ട് ഇത് വല്ലാതെ പൊലമ്പി നടക്കാറുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന്റെ പണം എന്ത് കാട്ടി, കോടികൾ എന്ത് കാട്ടി എന്നൊക്കെ അല്ലെ. ആലുവ യൂസുഫുക്ക ഈ അടുത്ത് ഭയങ്കര ബേജാറില്ല.
മൂപ്പര മുരീദന്മാരും ഖലീഫമാരൊക്കെ കൂടെ കൊഴിഞ്ഞു പോകാൻ നോക്കിയാൽ മൂപ്പർക്കും ഈ ആരടക്കം തുടങ്ങിയിട്ടുണ്ട്. കേട്ടോളി, കണക്കാണ് എഴുതിച്ചോളി. ഇത് നിങ്ങളെ കണ്ണച്ചോടല്ല, ഇത് വിദ്യാഭ്യാസ ബോർഡാണ്. 13.5 ലക്ഷം ഉറുപ്പിയാണ് ആ വിഷയത്തിൽ. ഇനി മുഫത്തിഷുമാര്, ട്യൂട്ടർമാര്, കാരികള്, ഇതേപോലെ തന്നെ ഓരോ വർഷവും മദ്രസകളിലേക്ക് നൽകുന്ന ഹാജർ പട്ടിക, അതേപോലെ തന്നെ ശമ്പള പട്ടിക, ഒപ്പ് പട്ടിക, ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ, ഇതൊന്നും പൈസ വാങ്ങി കൊടുക്കാനില്ല. ഇനി മാത്രല്ല, പിന്നെ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. പാവപ്പെട്ട ഓരോ മുഅല്ലിമീങ്ങൾക്കും ഓരോ റേഞ്ചുകളിലും, പിന്നെ ഓരോ മദ്രസകളിലുമുള്ള മുഅല്ലിമീങ്ങൾക്ക് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ധനസഹായം നൽകുന്നുണ്ട്. അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഓരോ മദ്രസയിലും പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ 7ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 1000 രൂപയും 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 1500 രൂപയും വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട്. എത്ര മദ്രസ ഉള്ളത്? 10,000-ഓളം മദ്രസ. ഈ മദ്രസകളിലൊക്കെ ഇത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതിന് 410 റേഞ്ചിൽ ഈ പണം 18.5 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. 18.5 ലക്ഷം രൂപ. അതേപോലെ തന്നെ ഒരു മുഅല്ലിം പെട്ടെന്ന് മരണപ്പെട്ടാൽ ആ മുഅല്ലിമിന് പിന്നെ ഒരാൾ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും പ്രാഥമികമായി കുറെ ചെലവുകൾ ഉണ്ടാവും. 4000 രൂപ അടിയന്തരമായി വിദ്യാഭ്യാസ ബോർഡ് നൽകാറുണ്ട്. അതേപോലെ തന്നെ വിധവാ സഹായം മരിച്ച മുഅല്ലിമീങ്ങളുടെ ഭാര്യമാർക്ക്, അതേപോലെ തന്നെ വീട് നിർമ്മാണത്തിന്റെ സമയത്ത് ഇതൊക്കെ ഏൽപ്പിക്കാനും പറ്റുന്നുണ്ടല്ലോ. എന്തിനാ MSR മുറിച്ചുകൂടാക്കുന്നത്? MSR മുറിച്ച് സഫാഫികളൊക്കെ കാണാൻ MSR ഒപ്പിടാൻ വേണ്ടി ഇങ്ങനെ ബേജാറായി നടക്കുന്നത് ആനുകൂല്യം പറ്റാനാണ്. അതേപോലെ തന്നെ അടിയന്തര സഹായം, പെൻഷൻ, ഇതിനൊക്കെ വിദ്യാഭ്യാസ ബോർഡ് ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം ചെലവഴിക്കുന്നുണ്ട്. പൈസ അവിടെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെലവും വിദ്യാഭ്യാസ ബോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ഒലക്കെയാണ് സമുദായത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? കോടിക്കണക്കിന് രൂപങ്ങൾ പിരിച്ചു. ഒരു ഉറുപ്പ്യ നിങ്ങൾ ആ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കണം. ആട് തേക്കും മാഞ്ചി എന്നും പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ പിന്നെ രൂപ നിങ്ങൾ കൈക്കലാക്കി. എന്തുണ്ടായി? ദേവഗൌഡനെ കൊണ്ടുവന്നിട്ട് സ്വപ്ന നഗരിയിൽ കുറെ കൊല്ലം മുമ്പ് നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തറക്കല്ലിട്ടു. അതിനും പിരിച്ചു കോടികൾ, ലക്ഷങ്ങൾ. എവിടെ ആ സാധനം? നിങ്ങൾ പിരിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് കൊല്ലം ഇന്നൊന്നരുന്നല്ലായത് 100 രൂപ ഓരോ കുട്ടിയും മദ്രസയിൽ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മനുഷ്യർ പ്രബുദ്ധരാണ്. അവർക്കറിയാം ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് സമസ്തയുടെ ആലിമീങ്ങളുടേതാണ്. സമസ്തയുടെ ആലിമീങ്ങൾ ഞങ്ങളോട് അനാവശ്യമായും അനർഹമായും പണം വാങ്ങുന്നവരല്ല. കാരണം ഇന്നൊന്നരും കാണണം, 90 കൊല്ലായത്. എന്റെ കുട്ടി, ഞാൻ പഠിച്ച മദ്രസയിലാണ് എന്റെ കുട്ടിയും പഠിക്കുന്നത്. 10, 25, 30 വർഷമായിട്ട് ഞാൻ കാണുന്ന എന്റെ മദ്രസയിൽ നിന്ന് ഒരു ഉറുപ്പ്യ ഉസ്താദുമാർ വിദ്യാഭ്യാസ ബോർഡിലേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഗുണകരമായ കാര്യത്തിനാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം, ഏപിക്കാർക്കും അറിയാം. നിങ്ങൾ 4, 3, 7 ഓൺലൈൻ മുക്തിമാർക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന് തിമിരം ബാധിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉടായിപ്പ് കളി കൊണ്ടൊന്നും കേരളത്തിലുള്ള പ്രബുദ്ധ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. 100 ചോദിച്ചാൽ 150 കൊടുക്കാൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന പ്രബുദ്ധ കേരളീയ ജനത ഇന്നും തയ്യാറാണ്. കാരണം അവർക്കറിയാം ഈ പണം വിദ്യാഭ്യാസ ബോർഡ് ദഅവത്തിനാ ചെലവാക്കുക എന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് അതിന് വച്ച കഞ്ഞിക്കലം തൽക്കാലം വാങ്ങിയിട്ട് ആ കഞ്ഞിക്കലവും കൊണ്ട് നേരെ കൈതപ്പൊയിലേക്ക് വണ്ടി കയറുക, കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന്. എന്നിട്ട് അവിടെ അടുപ്പ് കൂട്ടിയിട്ട് ആ കഞ്ഞിക്കലം അവിടെ കൊണ്ടുപോയി വെച്ചാൽ AP വാങ്ങാൻ പോകുന്ന പശുവിന് വല്ലാതെ ദാഹിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു കാടികളെങ്കിലും കുടിക്കാം. അതല്ലാതെ നിങ്ങളുടെ ഈ പിന്നെ ബടായി മുടൽ കൊണ്ടൊന്നും തൽക്കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദഅവത്തിനൊരു കൈത്താങ്ങ് എന്ന
ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മുന്നോട്ട് വെച്ച ഈ ഫണ്ട് സ്വരൂപിക്കുക എന്ന പരിപാടി അനുസ്യൂതം തുടരും. കോടികൾ അതുവഴി സമസ്തയിലേക്ക് വരും. കോടികൾ സമസ്തയിലേക്ക് വരികയും ആ കോടിക്കണക്കിന് രൂപ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ഇസ്ലാമത വിദ്യാഭ്യാസങ്ങളുടെയും ആലിമീങ്ങൾ ദഅവത്തിന്റെ മേഖലയിലേക്ക് ചെലവഴിക്കുകയും ചെയ്യും. ആ ദഅവത്തിന്റെ മേഖല ശക്തിപ്പെടുത്തുമ്പോൾ മുബ്തദിഅകളും ഫാസിഖുകളും മുബ്തദിഅകൾക്ക് ചൂട്ടുപിടിക്കുന്നവരും അവർ സുനാമിയിൽ അകപ്പെട്ടവരെ പോലെ വെപ്രാളം കൊണ്ട് നെട്ടോട്ടമോടേണ്ടി വരും. അതിന്റെ തുടക്കം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആലിമീങ്ങളുടെ ഓരോ പ്രവർത്തനവും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെയും കൂടുതൽ കരുത്തുറ്റതാക്കാനും അതിന് ശക്തി പകരാനും നമുക്കും അഹ്ലുകാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്കൂറുന്നു. അസ്സലാമു അലൈക്കും.